വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ പ്രധാന ബെഡ്റൂം വരണം. എന്നിട്ട് വാസ്തുപ്രകാരം പറയുന്നു തെക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടന്ന് വലതുവശം ചരിഞ്ഞെണീക്കാൻ പറയുന്നു. ഒരു കാരണവശാലും കിടക്കുന്നത് കണ്ണാടിയിൽ കൂടെ കാണാൻ പാടില്ല എന്ന് പറയുന്നു. ബെഡ്റൂമിൽ ജലത്തിന്റെ സാന്നിധ്യം, അതായത് അക്വേറിയം, വാട്ടർ ഫൗണ്ടൻ എന്നിവ ബെഡ്റൂമിൽ പാടില്ല. അതോടൊപ്പം തന്നെ വാട്ടർഫാൾസിന്റെ ചിത്രങ്ങളും ബെഡ്റൂമിൽ പാടില്ല. കിച്ചണിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കിച്ചണിൽ റെഡ് കളറുകൾ പാടില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു കുക്കർ, റെഡ് കളറിൽ ഒരു കുക്കർ അവിടെ ഇരിക്കുന്നു, അതിനെപ്പറ്റിയല്ല. ഒരു മിക്സി അവിടെ ഇരിക്കുന്നു, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് കബോർഡുകളും മറ്റ് പെയിന്റിങ്ങും ചെയ്യുമ്പോൾ റെഡ് കളറിലുള്ള നിറങ്ങൾ കിച്ചണിൽ വരാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ ഓൾറെഡി ഉള്ള എനർജി എന്താണ്? ഫയർ എനർജിയാണ്. അപ്പോൾ ഫെങ്ഷു പ്രകാരം ഫയറിന്റെ കളറായിട്ട് പറയുന്നത് റെഡ് കളറാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കിച്ചണിൽ ഫയർ എനർജി ഉപയോഗിക്കുകയും വീണ്ടും നിങ്ങൾ അവിടെ റെഡ് പെയിന്റിങ് കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായും ഫയർ എനർജി അധികമായി ഉണ്ടാകുന്നു. അത് അഗ്നി പോലെയുള്ള കാരണങ്ങൾക്ക് അത് കാരണമായി തീരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇത് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത്. പിന്നെ വെള്ളവും തീയും രണ്ട് വിരുദ്ധ എനർജികളാണ്, രണ്ട് വിരുദ്ധ ശക്തികളാണ്. അപ്പം അതിൽ വെള്ളം ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു ഡയറക്ഷനും അഗ്നി ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു ഡയറക്ഷനും ഉണ്ട്. കിച്ചണെ സംബന്ധിച്ചിടത്തോളം ആ കിച്ചന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ സിങ്കും സൗത്ത് ഈസ്റ്റ് കോർണറിൽ സ്റ്റൗവും വെക്കുക. അതുപോലെ തന്നെ ഇത് തങ്ങളിൽ അടുത്തടുത്തിരിക്കാൻ പാടില്ല. മിനിമം ഒരു 2 അടിയുടെ ഗ്യാപ്പെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ലാത്ത വീടുകളിൽ ഇതിന്റെ ഇടയിലേക്ക് ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് വെക്കാം. പ്ലാന്റ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സിങ്ക് ഇരിക്കുന്നു, പ്ലാന്റ് ഇരിക്കുന്നു, സ്റ്റൗ ഇരിക്കുന്നു. അപ്പം പ്ലാന്റ് ഇല്ലാത്തൊരവസ്ഥ, ആ വാട്ടർ ഡയറക്റ്റ് ആയിട്ട് ഫയറിലേക്ക് ചെല്ലുന്നു, ഫയർ കെട്ടുപോകുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു പ്ലാന്റ് കയറ്റി വെക്കുമ്പോൾ ഇവിടെ ഒരു സൈക്കിൾ ക്രിയേറ്റ് ആവുന്നു. അതായത് ഈ വാട്ടർ നേരെ വുഡിലേക്ക് ചെല്ലുന്നു, ആ വുഡ് വളർന്നു ഈ ഫയറിനെ കത്താൻ സഹായിക്കുന്നു. അവിടെ ഒരു സൈക്കിൾ ഉണ്ടാവുന്നു, ഈ ദോഷത്തിന് പരിഹാരം ഉണ്ടാവുന്നു. മറ്റൊരു കാര്യം, സ്റ്റൗ ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിഡ്ജ് വരാൻ പാടില്ല. കാരണം വെള്ളവും തീയും മുഖത്തോട് മുഖമായിട്ട് നിൽക്കുന്നുണ്ടാവും, അത് വീട്ടിൽ കലഹങ്ങൾക്ക് കാരണമാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിച്ചണിൽ ശ്രദ്ധിക്കുക. കിച്ചണിൽ ക്ലോക്ക്, കലണ്ടർ, മെഡിസിൻ എന്നിവ കിച്ചണിൽ ഉപയോഗിക്കാൻ നല്ലതല്ല എന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. സ്വീകരണ മുറി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ വെയിറ്റ് ഉള്ള സാധനങ്ങൾ സൗത്ത് വെസ്റ്റ് എന്നീ ഡയറക്ഷനിൽ ഉപയോഗിക്കുക. വെയിറ്റ് ഉള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സ്വീകരണ മുറി വെയിറ്റ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വരാവുന്നത്? അവിടുത്തെ സെറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെയിറ്റ് ഉള്ളതായിട്ട് വരുന്നത്. അതെല്ലാം നമ്മൾ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേസമയം നോർത്ത് ഈസ്റ്റ് ഭാഗം വളരെ ഫ്രീ ആക്കിയിട്ടാക്കുക. അതാണ് അതിന്റെ ഒരു തിയറി. ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു വാട്ടർ ഫൗണ്ടനോ ഒരു അക്വേറിയമോ വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിൽ നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. ഒരു വീട്ടിലെ നെടുന്തൂണായ ഗൃഹനാഥന് അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് കോർണറിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വിൻചയും നിങ്ങളുടെ വീടിന്റെ പുറത്ത് നോർത്ത് വെസ്റ്റ് കോർണറിൽ ഇട്ട് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പം ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടെ പറയാം, യാതൊരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള കുപ്പകളോ ചപ്പുചവറുകളോ വേസ്റ്റ് വാട്ടർ ടാങ്കുകളോ സെപ്റ്റിക് ടാങ്കുകളോ മറയോ മറ്റു നിർമ്മിതികളോ പാടില്ല. വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ഭാരം വെക്കാനോ മറയ്ക്കാനോ മറ്റു നിർമ്മിതികളോ ചെടികളോ മരങ്ങളോ അശയോ തുണി വിരിക്കുന്ന അയയോ ഒന്നും ഈ ഭാഗത്ത് പാടില്ല. ഇവിടെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒന്ന്, വീട്ടിലേക്ക് കടന്നു വരുന്ന ഗേറ്റ് അവിടെ കൊടുക്കാം. രണ്ടെന്ന് പറയുന്ന ആ ഭാഗത്ത് വാട്ടർ എനർജി, കിണർ, ബോർവെല്ല്, സമ്പ് എന്നീ കാര്യങ്ങൾ ആ ഭാഗത്ത് ചെയ്യാം. വസ്തുവിൽ ഏറ്റവും താഴ്ന്നു നിൽക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിന്റെയും വടക്ക് കിഴക്ക് ഭാഗത്താണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.